ഏതോ ഗിരീഷ് എന്ന് പറഞ്ഞ ഇൻഫ്ലുവൻസറിനെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഏതു ഉണ്ടെങ്കിൽ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്നുള്ളൊരു കേസായിരുന്നു ഇപ്പോൾ പൊയ്ക്കൊണ്ടേയിരിക്കുന്നത്. ഒരു പെൺകുട്ടിയെ മാത്രമല്ല, ഒരുപാട് പേരെ ഇത് കണക്കുണ്ടെങ്കിൽ വിവാഹ വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിൽ പീഡിപ്പിക്കുകയും പിന്നെ അവരുടെ നിന്ന് പൈസ തട്ടിയെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഉണ്ടെങ്കിൽ ചാനലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഒരുപാട് പെൺകുട്ടികളിലൂടെ നിന്നിട്ടുള്ള ഓരോരോ വീഡിയോസും റീൽസും ഒക്കെ എടുക്കുന്നത് നമ്മൾ കാണുന്നതാണ്. അതോടെ തന്നെ ഒരുപാട് പേർക്കുണ്ട് ഇതേ കണക്ക് മോട്ടിവേഷൻ കൊടുക്കുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ മെയിൻ പരിപാടി ആയിക്കൊണ്ടേയിരുന്നത്. അങ്ങനെ മോട്ടിവേഷൻ കൊടുത്ത് ഇതേ കണക്കുണ്ടെങ്കിൽ ഇപ്പോൾ ആൾക്കാരുടെ കൂടെ പ്രശ്നമായി ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ഒരു അവസ്ഥയാണ് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് ഇതേ കണക്കത്തുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടെങ്കിൽ ഇതേ കണക്കത്തുള്ള കേസിലാണ് ഇപ്പോൾ അകത്ത് വന്നുകൊണ്ടേയിരിക്കുന്നത്. പണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതേ കണക്ക് 1-2 പേരുടെ പേര് മാത്രമേ ഇതേ കണക്കത്തുള്ള കേസൊക്കെ ഉണ്ടാകത്തുള്ളൂ. അത് വലിയൊരു ഇഷ്യൂ ആയിരുന്നു ആ സമയത്തൊക്കെ. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരാളുടെ പേര് ഇതേ കണക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതേ കണക്കൊണ്ടുള്ള കാര്യങ്ങളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് പെൺകുട്ടികൾ വീഴുന്നതാണ് കഷ്ടം. ഇതേ കണക്ക് ഇൻഫ്ലുവൻസേഴ്സ് യുവമാരൊക്കെ ഇതേ കണക്ക് കോൺടാക്ട് ചെയ്യുമ്പോൾ ഇതേ കണക്ക് അവരുടെ അടുത്ത് സംസാരിക്കുക, അതിലൂടെ വിശ്വസിച്ച് അവർക്ക് പൈസ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവരെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും അന്വേഷിക്കാതെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്, ഇവർ നല്ലവരാണെന്നോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും അന്വേഷിക്കാതാണ് ഇതേ കണക്കുള്ള ട്രാപ്പിലൊക്കെ വന്ന് വീഴുന്നത്. ആദ്യമേ ഉണ്ടെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ ഇതേ കണക്ക് സംസാരിക്കുക അല്ലെങ്കിൽ ബന്ധത്തിലേക്ക് വരികയാണെങ്കിൽ അവരെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് എങ്ങനെയാണെന്നുള്ളതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം പോകാം. അതല്ലാതെ ഇതേ കണക്ക് ചെന്ന് ചാടി കൊടുത്ത് അവസാനം ഇതായിരിക്കും ഗതി വരുന്നത്.